Hey guys, മച്ചാമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പ്രേതക്കോട്ട എന്നിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കാടിന് നടുക്കുള്ളൊരു പഴയ കോട്ടയാണ്. ഇവിടെ അങ്ങനെ ആരും വരാറൊന്നുമില്ല. ഇതൊരു പ്രേതക്കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സ്ഥലം. ഇതാണ് സ്ഥലം. ഒരു ഭയങ്കര ഫേമസ് ആയിട്ട് ഇവിടെ അറിയപ്പെടുന്ന ഒരു പ്രേതക്കോട്ടയാണിത്. അകത്തോട്ടൊക്കെ കയറാൻ പറ്റും. ഇതിപ്പോൾ പൊളിഞ്ഞ് ഇവിടെ നിന്ന് ആരും വരാറില്ല. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഡൽഹി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരണം. ഇത് വളരെ ഇക്കാര്യത്തിൽ ഈ പ്രേതത്തിൻ്റെയും ഭൂതത്തിൻ്റെയും കാര്യത്തിൽ ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടയാണ്. It smells so bad. Some animals. ഇതൊരു പ്രേതക്കോട്ട തന്നെയാണ് കേട്ടോ. അയ്യോ, ഓയ്യോ, ഇവിടെ ഭയങ്കര മൊത്തത്തിൽ മറ്റേ വവ്വാലുകളൊക്കെയാണ്. കുട്ടിച്ചാത്ത സിനിമയിലെ കോട്ടയച്ചെന്നാണ് കൊണ്ട് ഭയങ്കര പ്രശ്നമാണിത്. ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിളി പറന്ന് പോകും കേട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഒരു സംഭവം പ്രശ്നമുള്ള രീതി തന്നെയാണ്. ഒച്ചകേട്ട് ബാറ്റെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ കൊറോണയുടെ പുറകെ നിപ്പ എത്തും. ഓ മൈ ഗോഡ്, ഇതൊരു പ്രശ്നമായിട്ടുള്ളൊരു കോട്ട തന്നെയാണ്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രേതം ഉണ്ടെന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല. പ്രേതം ഇല്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അയ്യോ, ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രം മതി ഇവിടെ പേടിച്ച് മരിക്കാൻ കേട്ടാ. ഒരുപാട് ഒരു 10,000-ത്തിനടുത്തുണ്ടെന്ന് തോന്നുന്നു വവ്വാലുകൾ ഇങ്ങനെ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ സൗണ്ട്. ഇതാണ് സ്ഥലം. അയ്യോ, ഇവിടെ ഭയങ്കര വവ്വാൽക്കാട്ടത്തിൻ്റെയൊക്കെ ഭയങ്കര മണമാണ്. പിന്നെ നല്ല ഇരുട്ടുമുണ്ട്. അത് കാരണം നല്ല പോലെ പേടിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ഇതാണ് സ്ഥലം. കണ്ടല്ലോ. അപ്പോൾ ഡൽഹി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തിരക്കിയാൽ മതി. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് ബ്രോ, വാട്ട് വാസ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്? മച്ചാമേൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മച്ചാമേൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അപ്പം വരിക. അത് നല്ലൊരു ഫീലുള്ള സ്ഥലമാണ്. പിന്നെ ഉണ്ട്, ഞാൻ കുറേ ബാക്കിയുള്ളതൊക്കെ കാണിക്കാം കേട്ടോ. വെയിറ്റ്. ഓ, ഇതിന് ഈ വഴി കണ്ടില്ല കേട്ടോ. നൈസ്. ഇതിൻ്റെ മേളിൽ കയറാന്നാണ് പറയുന്നത്. അപ്പം അതിനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, കാട്ടത്തിൻ്റെ ഭയങ്കര മണമാണ് ഇവിടെ. അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷെ പേടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, പേടിച്ച് വിറയ്ക്കും. ഇങ്ങനെയാണ് മേളിലോട്ട് കയറുന്ന വഴി. പണ്ട് കാശുള്ളത് രാജാവ് ഉണ്ടാക്കിയിട്ട് കാട്ടിനടുക്കുള്ളൊരു സ്പോട്ടാണ്. എന്തായാലും ഇപ്പോൾ അത് നമുക്കിങ്ങനെ വന്ന് വിസിറ്റൊക്കെ ചെയ്യാൻ പറ്റിയൊരു സെറ്റായി. വാവ്, നൈസ്. അതായത് ഇത് കണ്ട, ഇതിവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കോട്ട ഉണ്ടെന്നേ മനസ്സിലാകത്തില്ല. അത് പാത്തിരിക്കാനൊക്കെ പറ്റിയൊരു സെറ്റപ്പുള്ള സ്ഥലമാണ്. ഓ, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവൻ കാണാം. അതാണ് ഇവിടുത്തെ ഒരു കണ്ട, നേരെ കാണുന്ന രാഷ്ട്രപതി ഭവനാണ്. കണ്ട, സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇത് ഫുൾ ആ ഒരു ഭാഗം മുഴുവൻ കാണാൻ പറ്റും. കണ്ട,
നൈസ്. ഇത് മേലോട്ട് വരാനുള്ള വേറൊരു വഴിയാണിത്. അതായത് പണ്ട് ഈ രാജാക്കന്മാരൊക്കെ എന്തെങ്കിലും കലിപ്പൊക്കെ ആയി വേറൊരു രാജാക്കന്മാരൊക്കെ ആയിട്ട് എന്തെങ്കിലും യുദ്ധ സീനൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്ന് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്തായാലും കൊള്ളാം. നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വരണം. കച്ചാമകൾ അതാണ് എൻ്റെ പേര്. ഓക്കെ, ഇത് വേറൊരു വഴിയാണെന്ന് തോന്നുന്നു താഴത്തോട്ട് ഇറങ്ങാനുള്ളത്. ഈ വഴിയാണ് ഞങ്ങൾ ആദ്യം വന്ന് ഇങ്ങോട്ട് കയറാൻ നോക്കിയത്. അപ്പോൾ ഈ മരം കാരണം കയറാൻ പറ്റാഞ്ഞാണ്. ഉണ്ടോ, ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് കൊട്ടാരമാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു അണ്ടർഗ്രൗണ്ട് കൊട്ടാരമാണ്. ഒരു അതായത് 3-4 വഴികൾ മേളിലോട്ടുണ്ട്. പക്ഷേ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മലയ്ക്കകത്ത് നിൽക്കുന്നതൊക്കെ തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ നിൽക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. ഇവിടെ ആൾക്കാരുണ്ടല്ലോ, പങ്കന്മാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കണ്ടോ, ടീംസൊക്കെ ഉണ്ട് ഇവിടെ. അമ്മേ, ഇവിടെ നിന്നെങ്ങാനും താഴെ വീണാൽ തീർന്ന്. നല്ല താഴ്ചയുണ്ട്. ഈ കാണുന്ന മൊത്തം കാടാണ്. ഈ കാടിൻ്റെ നടുക്കുള്ള ഒരു കോട്ടയാണിത്. ഇതാണ് സെറ്റ്. ഓക്കെ, ബാക്കിയുള്ള കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിക്കാം കേട്ടോ. ഫുൾ പവർ ഗായ്സ്, ഫുൾ പവർ. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് പുള്ളിക്കാരൻ ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു അനുഭവം പറയാമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു ഹിസ്റ്ററിയും പറയാമെന്നാണ് പറയുന്നത്. കേട്ടോ. In 14th century? In 14th century, it was constructed by Firoz Shah Tughlaq. He was a ruler of that time. So he was very fond of hunting and everything. So he constructed many like hunting lodge in Delhi. And so this was one of the hunting lodge. So after the name comes from, I think there's one narrative that Firoz Shah Tughlaq once was lost in jungle and she met some gypsy girl, and so on the memory of her he constructed this fort and named Malcha, and so which is also mean deer palace. So Malcha Mahal. Yeah. So after that, so this is a background history of this place. So after in 1975, family stayed at New Delhi railway station and claimed that they are the descendants of Wajid Ali Shah, emperor, not emperor, last ruler of Lucknow, Awadh. It was called Awadh that time. So they said she is a wife of Wajid Ali Shah. Wajid Ali Shah was dethroned by Britishers and taken all the kingdom by Britishers. So Wajid Ali Shah was all like very what do you say? He lost his kingdom. So Fighting with the British. Fight. Not they didn't not fought. even fighting. Like They just took over his kingdom. they took over all. So the family said that they are the descendants of Wajid Ali Shah, and so it was a time of 1975-1976 New Delhi railway station. So it spread all over the news that the descendants of Wajid Ali Shah, the emperor of Awadh, their family are living at New Delhi railway station. So it was very political thing that because in Lucknow the people worship Wajid Ali Shah and their family. I mean, it was a very they worship them as king and everything. So all these politics involved, and during that time Indira Gandhi was the chief prime minister of India. So she mentioned that we can they formed one team to select that if they can get one of the palaces in Delhi, because their demand, that family demand, was that they want some palace to live in, because Indian government didn't pay them anything after their kingdom lost. So they demanded that we need some palace and luxury things. So but Jawaharlal Nehru was very sympathetic to the family, and Jawaharlal Nehru allotted one place in Kashmir and sent that family to the Kashmir. So Kashmir, in Kashmir also they lived for around 3-4 years, and during that time insurgency of Kashmir was at rise, the militant movement. So it's said that their house got burned in the militancy. So they again came back at the New Delhi railway station, and totally they stayed at New Delhi railway station for 10 years. And Honor of the
their ancestors were like ruling these places and this palace, right? No. It was constructed by Firoz Shah Tughlaq. Their ancestors was like they ruled only in Awadh. No, Ah, okay. The new family has no connection to Yeah. this. Ah, okay, Yeah, okay, yeah, okay, okay. This is another story. So, um, so Indira Gandhi formed a one team to select any like mahal and some palace to live. So that team was, I don't know what they have thought about this place, and send them that family. I mean, how can even they thought that this place, I mean, someone can live here, and because it's middle in the jungle with no electricity. Yeah, and this is water. not like a favor. This is look like they are going to be in the prison. Yeah, true. Because there is no water, it's all like separated from the city, and I mean that time these all things were not there, these big buildings, so it was all, and so no electricity, no water, and so they allotted that they can live here. So after that family like came here, and so they never interacted with any outsiders, Ah, because okay. it is said that they were so tired of the Indian government that they don't even want to interact with them. So family members were one woman, the mother, and two children, the John Loke with them. So, and it is said that they had 12 hound dogs and various servants. I mean, they had all the luxury cutlets and everything, No. luxury things and everything. So they settled here. So after that, they only interacted with the foreign correspondent, foreign newspapers, foreign journalists, and used to write letters to the Indian government that we don't want to live here. I mean, this place is not for the living. We are always scared of robbery, because anyone can rob. We are scared, always scared of animals and everyone. So because, but the Indian government never heard of them. So I mean, never heard their plea. So, and then this ended here, and so the story started that one journalist in 2014, New York Times journalist, she heard of this place, and because that time, till that time, Prince used to live here, the son of that mother, Vilayat Mahal, and his son name was Prince uh, forget, I think, I don't remember his surname. So Okay. He he, used to live here. yeah, till 2000. I mean, he died in 2017. Ah, okay. So So this only become like this after like 3 years. You said like yeah, 4 years maximum. But this place was like this. I mean, this was a growing here, like, because there was, after some time, all the servants left to go, dog socks all were left, and where we have entered from that side. So there used to be one board. Hmm. It said that trespassers are not allowed, and Will be gunned trespassers down. shall be gunned down. Really? Yeah, Like so shot they down. had gun and gun also, because Indian government had allotted them a gun for the safety. Ah, okay. Because so he had a gun. So uh, in 2014, the journalist came here and she published a long story, but she was like very reluctant of how the like descendants of Wajid Ali Shah can live here. So she went all over to the Lucknow and asked people that are these families, the court people of the Wajid Ali Shah, that they still live in Lucknow. So they said no, we have never heard of them, and how can they be a descendants of the family? So it was cheating. Yeah. It's first thing. It's like a forgery. Yeah, it's like a forgery. So all the people denied, but we cannot say it was cheating, because Wajid Ali Shah used to have a lot of wives. Ah, yeah. So maybe concubines, wives, we cannot say, but later things started opening up, and so after the prince also died in 2016, so journalist again came here in the place, and she found several letters from the London, like the person named some another person used to send him a 10,000 rupees every month. Ah, okay. So she went all over to the London, and went to that address, and there things started opening up. They said that they are not family for, like, they have no connection of Walid Ali Shah. They were the simply like normal people. We were normal people. We don't have any connection with the ruler. So things started opening up. So
he mentioned that there's Lucknow University in Lucknow. So he mentioned our father he was a like one of the sons of the mother. Oh, okay, okay. So he was brother of the prince. So Older brother. yeah, older brother. So he mentioned that our father was a registrar in Lucknow University, and so we used to live in Lucknow since beginning. So and then after partition riots started happening. So but we don't have any intention of going to Pakistan. Yeah, We okay. wanted to live in Lucknow. Yeah. So but he didn't said much thing. So the brother said that you go to Pakistan, and so there are still like sisters of Vilayat Mahal, the mother of Shiva. They are in Pakistan. Yeah, Yeah, yeah. yeah. So you inquired to them. She went to Pakistan, Lahore, and so her sister mentioned that they don't want to go to Pakistan. They want to live in Lucknow. They had their house, they had all the things. Their family, they don't want to move, basically. And but riots started happening, and um, Vilayat Mahal husband was beaten by Hindu groups Oh, okay. during that time. So after that, they decided to go to shift to Lahore. So Wahab and there, but Vilayat Mahal don't want to go to Lucknow. She don't want to leave Lucknow. So they went there, and after some point, Vilayat Mahal started losing her mental space. So because she wanted to come back here, she didn't have any like connection in Lahore. It was all new place and trauma of partition, shifting. Yeah, it Different happens, place. yeah. Yeah, shifting a different place to a different place in one night, leaving everything here. So and in an assembly, so there was assembly, and Vilayat Mahal slapped the Prime Minister of Pakistan in that assembly. Hmm. So and then like family told police officers that she is a mentally ill person to get rid of a larger like sentence, because slapping a Yeah, yeah, prime minister minister, is a yeah. big. So they declared her a mental ill person. So she spent around 3 or 4 years in Mental the hospital. yeah, in the hospital. She get a third-degree torture and everything. So her mental state was like really like bad that time, and became more worse. So she came out of the hospital, and she said, I mean, she like get Packed her up everything. children, pack her clothes and everything. She came back to Lucknow. So from there, the story started that she started living in Railway station and all. yeah, Wajid Ali Shah's. But it's all over like after because she wanted to get a one land in Lucknow and wanted to live safely there. But she has more ambitions that she will become she'll live in luxury in Lucknow. So there she stayed in. I mean, non-authorized without any permission. She stayed in the one of the palaces of Walid Ali Shah, and then came to New Delhi railway station and asked for the compensation that you have exploited us. So that this is a whole story. But they always said that they were from the Royal family. royal family. They also behaved royally. Yeah. Like they wouldn't talk to any Normal people. journalist. Ah, As in, okay. they would be like, you get the order. They would ask the servant to go get the order. They'll read it. Then they'll send the message like royal people do. So they would never directly interact with anyone. They had servants. Hmm. Yeah. So this is a still mystery that because families though had now died, and we cannot ask a primary person to like why they did this, but this is still a mystery why they declared themselves as descendants of Walid Shah and wife of Walid Shah. So we don't know. Yeah. This is a story. But anyway, this mahal is given to them, right? Yeah. This Yeah. Mahal And now it's like nobody's കഥകളൊക്കെ കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേതക്കോട്ട തന്നെയാണിത്. ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പല യൂട്യൂബേഴ്സ് ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. മച്ചാമാരെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള മെയിൻ യൂട്യൂബേഴ്സൊക്കെ ഇവിടെ വന്ന് ഇവിടെ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എന്തായാലും പേടി തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. ഇത് ഒറ്റയ്ക്കൊന്നും ഇവിടെ നിന്നും വന്ന ഒരു പരിപാടി നടക്കത്തില്ല.
അതും കുറച്ച് ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട. ഇതാണ് സ്ഥലം. മൊത്തം പാറക്കല്ലൊക്കെ വെച്ചിട്ട് പഴയ കാലത്തെ കൺസ്ട്രക്ഷൻ വർക്കാണ്. ഉണ്ടാ ഇതാണ് സ്ഥലം. ഓക്കെ, ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയാണ് അതിലും ഡേഞ്ചർ എന്ന് പറയുന്നത്. ഒരു ഹെവി വഴി തന്നെയാണ് ഇത്, കാട് കയറി വേണം വരാൻ. സോ ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡൽഹിയിലേക്ക് വന്ന് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മച്ചാമഹൽ വരിക. മച്ചാമഹൽ റൈറ്റ്, മൽച്ചാമഹൽ എന്ന് പറയുന്ന ഇതൊരു പ്രേതക്കോട്ടയെ മാറിയിരിക്കുന്ന ഒരു പഴയ കാലത്തെ കൊട്ടാരമാണ്. വഴി കണ്ട ഇങ്ങനത്തെ വഴിയാണ്. ആരെങ്കിലുമൊക്കെ ഗൈഡുമാർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടുത്തെ ഒരു ഫേമസ് ഒരു ഹോണ്ടിങ് പ്ലേസാണിത്. ഇവിടെ വരുന്നവരൊക്കെ ഭയങ്കര ആയിട്ട് ആ ഒരു ഫീല് കിട്ടിയിട്ട് തന്നെയാണ് എല്ലാവരും തിരിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. കാര്യം എത്ര പകൽ വന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇരുട്ടാണ്. ഇപ്പോൾ നല്ല ഇരുട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറ്റാക്കൂരി ഇരുട്ടൊന്നുമല്ല, ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു പ്രകൃതിയാണ്. കാര്യം കാടിനകത്താണല്ലോ. പിന്നെ ഒരുപാട് വന്യജീവികളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഇവിടുന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ റോഡിലെത്തി. ഇതിൻ്റെ അപ്പുറത്തോട്ട് മാറി ഒരു റേഡിയോ സ്റ്റേഷനോ എന്തോ ഒരു സ്പോട്ട് എന്തോ ഉണ്ടെന്നാണ് പറയുന്നത്. എർത്ത് സ്റ്റേഷനോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ട് ഞാൻ പോയില്ല. അപ്പോൾ അവിടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ മച്ചാമഹലി വരിക. ഇതാണ് സ്ഥലം. ഓക്കെ ഗായ്സ്, അപ്പം ഫുൾ പവർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഫുൾ പവർ. ബൈ.